നമുക്ക് സെയിം ബാറ്ററിൽ ഒരു ചോക്ലേറ്റ് കേക്കും ബ്ലാക്ക് ഫോറസ്റ്റും ആണ് കേട്ടോ ചെയ്യാനുള്ളത്. 3 കേക്ക് ടിന്നെടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കേക്കേ ചെയ്യാനുള്ളൂ. ഒന്ന് നമുക്ക് നോർമൽ ഡിസൈനിലുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റും, ഒന്ന് നമുക്ക് അത്യാവശ്യം ഹൈറ്റ് എന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ ആ ഒരു സ്പൈഡർമാൻ തീം കേക്കൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് വേണമല്ലോ. അപ്പോൾ 1 kg ചോക്ലേറ്റ് കേക്കും 1 kg ബ്ലാക്ക് ഫോറസ്റ്റും ആണേ. അപ്പോൾ 2 kg അല്ലേ ടോട്ടൽ ബാറ്റർ അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറാണ് കേട്ടോ ഇവിടെ എടുത്തത്. അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും നമ്മൾ ചേർക്കാറില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒരു ട്യൂട്ടോറിയൽ പോലെ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വൈറ്റ് സ്പഞ്ചിൻ്റെയും ഡാർക്ക് സ്പഞ്ചിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നുണ്ട്, ഓവനിൽ ചെയ്യുന്നുണ്ട് ഒക്കെ. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇനി നമ്മൾ എത്ര മൈദ എടുത്തേ? 1.5 കപ്പ്. അപ്പോൾ അത്ര തന്നെ പഞ്ചസാരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ചിട്ട്, മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചു. ഇനി നമുക്ക് 2 കിലോ ആയതുകൊണ്ട് തന്നെ 8 കോഴിമുട്ടയാണ് സെപ്പറേറ്റ് ചെയ്തിട്ട് എഗ് വൈറ്റും എഗ് യോക്കും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ എഗ് വൈറ്റ് നമ്മൾ തന്നെ ബീറ്റ് ചെയ്യാണ്, ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാണ്. അതിനകത്തോട്ട് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. കറക്റ്റ് ഏതൊരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് തുടങ്ങേണ്ടതെന്നും അത് ഏത് സ്പീഡിലാണ്, എങ്ങനെ ഫോൾഡ് ചെയ്യണം, അങ്ങനെ എന്താ പറയുക, ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ മുൻപത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് അത് കണ്ടു നോക്കാം. ഇനി നമ്മൾ പഞ്ചസാരയായിട്ട് മെൽറ്റ് ആയതിന് ശേഷം 2 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന 8 കോഴിമുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടത്. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1/4 കപ്പ്, ആ രണ്ടും സെയിം ആണല്ലോ. അപ്പം ഞാനിതാ 1/4 കപ്പ് പാല് നമുക്ക് ഏത് പാലും എടുക്കാം കേട്ടോ, പക്ഷേ ഫ്രിഡ്ജിലെ തണുപ്പ് ഉണ്ടാവരുതെന്ന് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 കപ്പ് പാൽ എത്രയാണോ ചേർക്കുന്നത് അതേ അളവിൽ ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സിങ് ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓവൻ ആണെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ആ ചെമ്പ് പ്രീഹീറ്റ് ചെയ്യണം. 200 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതേപോലെ ചെമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വട്ടച്ചെമ്പിലാണെങ്കിൽ അത് നിങ്ങൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ഫാസ്റ്റ് അടിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം, എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേ. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു 1 kg സിംഗിൾ ബ്ലാക്ക് ഫോറസ്റ്റിന് നമ്മളൊരു 1 kg ബാറ്റർ നമ്മൾ ചെയ്ത് ശീലം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഒരു 1/4 ഭാഗത്തോളം കേക്കിങ്ങിൽ ഒഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 6 ഇഞ്ചിൻ്റെ ടിന്നായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. 8 ഇഞ്ചും 2 6 ഇഞ്ചും ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ആ 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ 10 ഇഞ്ചിൻ്റെ ബേസാണ് ബോർഡ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ മിൽക്ക് സിറപ്പാണ്, അതായത് വെള്ളം ചേർക്കാതെ കാച്ചി എടുത്തിട്ടുള്ള പാലിലേക്ക് മധുരത്തിന് പാകമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്തതാണ് നമ്മളെ സിറപ്പ്. അത് ഒഴിച്ചു കൊടുത്ത് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം ഇട്ടിട്ട് ഒന്ന് പരത്തിയൊക്കെ എടുക്കാം. ഐസിങ് വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും ഓരോരോ പാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ഇനി നമ്മൾ ക്രീം ഇട്ട് എടുത്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് അത് നിർബന്ധമുള്ള കാര്യമല്ല. നമ്മളെ കേക്കിന് കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ആ ഒരു ചോക്ലേറ്റ് ചെത്തിയിട്ട സമയത്തുണ്ടല്ലോ, നല്ല ചൂടല്ലേ, നല്ലോണം മെൽറ്റായിപ്പോയി കേട്ടോ. ചോക്ലേറ്റ് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ചോക്ലേറ്റാണ് എടുത്തത്, ഫ്രിഡ്ജിൽ വെക്കാറില്ല. അപ്പോൾ അതെടുത്ത സമയത്ത് കയ്യിലാകെ ഒട്ടിപ്പിടിച്ച് എനിക്കിതിങ്ങനെ ചെത്തി ഇടാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല കത്തി കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, വലിയ പീസ് ആയതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം ഒരു കഷ്ണം നമ്മൾ കടിച്ചെടുക്കുമ്പോൾ ആ ഒരു പീസ് തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി ഇതെന്താണ് ഫില്ലിങ്സ് കുറവാണല്ലോ എന്നൊന്നും ആരും പറയരുത്. നമ്മൾ സാധാരണ ഗ്രേറ്റ് ചെയ്തിടുന്നതിനേക്കാളും ക്വാണ്ടിറ്റി നമ്മളിതിലിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റിപ്പീറ്റ് നമ്മൾ സെയിം എങ്ങനെയാണോ ആദ്യം ചെയ്തത് അതേപോലെ തന്നെ ലെയർ വെക്കുന്നു. പിന്നെ ലെയർ വെക്കുന്നത് ഏറ്റവും ആദ്യം വെച്ച ലെയർ എന്ന് പറയുന്നത് കേക്കിൻ്റെ ഏറ്റവും അടിയിലത്തെ ലെയർ തന്നെയാണ് കേട്ടോ. ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞത് ഏറ്റവും മേലത്തെ കേക്കിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനില്ലേ, ആ ലെയർ ഞാൻ എപ്പോഴും സെൻറ്ററിൽ കൊടുക്കും. കാരണം അതിന് ചിലപ്പോൾ ഒരു കർവൊക്കെ ഉണ്ടാവും, ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ നടുവിലങ്ങ് പോവും. അങ്ങനെ ഇനി ശരിക്കുള്ള സ്പഞ്ചിൻ്റെ നടുവിലത്തെ ലെയറാണ് നമ്മൾ ഈ കേക്ക് ഐസിങ് ചെയ്യുമ്പം ഏറ്റവും ടോപ്പിൽ വെക്കുന്നത്.
മനസ്സിലായില്ലേ? അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയെന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിമാണ്. ഏറ്റവും അടിയിലത്തെ ലെയർ അടിയിൽ തന്നെയാണ് വെക്കുക. കാരണം കേക്ക് കട്ട് ചെയ്യൂലേ, ഐസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അടിയിലത്തെ ലെയറാണ് മേലെന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, എനിക്കൊരു ഒന്നങ്ങ് കട്ട് ചെയ്ത് പിന്നെ ഒരു സ്മൂത്തായിട്ട് പോകുന്ന പോലെ തോന്നും. അതിലും നല്ലത് തിരിച്ച് വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ ഐസിങ് വീഡിയോ നമ്മൾ ചെയ്തതാണ്. അത് ഒരുപാട് പേർക്ക് ഐസിങ് പഠിച്ചത് ആ വീഡിയോ കണ്ടിട്ടാണെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം അങ്ങനെ കണ്ടപ്പോൾ. ഇനി നമ്മളിത് ചെയ്യുന്നത്, നമ്മളിത് മുൻപേ ചെയ്തില്ലേ മഞ്ഞു പോലത്തെ കേക്ക് എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഫോറസ്റ്റിൽ, സെയിം സംഭവം തന്നെ. ഈ ഒരു ചോക്ലേറ്റ് ഇല്ലേ, ഗ്രേറ്റ് ചെയ്യുന്ന ചോക്ലേറ്റ്, ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കാറാണ് കേട്ടോ പതിവ്. ഒരു ചെറിയ പീസ് എടുത്ത് എപ്പോഴും ഫ്രീസറിൽ സൂക്ഷിക്കും. ആ ഒരു പീസ് മാത്രം, ഇതുപോലെ ചെയ്യാനുള്ളത് മാത്രം. ഇനി നമ്മളത് ഉപ്പേരിയൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് മുകളിലിട്ടിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഡയറക്റ്റ് കേക്കിന് മുകളിലേക്ക് കൊടുക്കുക ചെയ്യാം. ഇത് നിങ്ങൾ വേറൊരു പ്ലേറ്റിലേക്ക് എങ്ങാനും ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഈ ഒരു ഭംഗിയോ ഒരു ഫിനിഷിങ്ങോ കിട്ടില്ല. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈവനായിട്ട് എല്ലായിടത്തും ഒരേപോലെയാണ്. ഈ താഴത്ത് ബോർഡിൽ വീണിരിക്കുന്നില്ലേ, ഇതാ ഞാൻ തട്ടി മാറ്റുന്നത്, അതുപോലും എടുത്തിട്ട് വീണ്ടും നമ്മൾ കേക്കിലേക്ക് ഇടാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി അങ്ങോട്ട് പോകും കേട്ടോ. ഇതിൻ്റെ മുകളിൽ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ കേക്കിലേക്ക് വീഴുമ്പോഴാണ് ആ ഒരു ഭംഗി ശരിക്ക് കിട്ടുക. ഇനി നമ്മൾ ഈ ഒരു കേക്ക് ബോർഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ അരികു ഭാഗങ്ങളുണ്ടല്ലോ അതൊന്ന് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു എഡ്ജൊക്കെ ഫീൽ ചെയ്യും നല്ല ഭംഗിയിൽ. ഇനി ഞാനിത് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വൈകുന്നേരം വന്ന കേക്കാണ്, 7 മണിക്ക് നമുക്ക് ഡെലിവറി ചെയ്യണം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഫ്രീസറിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാത്ത കേക്കുകളൊന്നും നമ്മൾ ഫ്രീസറിൽ വെക്കാറില്ല. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണമല്ലോ. ഓൾറെഡി വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമെന്ന് പകുതിയോളം നമ്മൾ വൈറ്റ് ഫോറസ്റ്റിന് വേണ്ടി എടുത്തു. ഇനി ബാക്കിയുള്ള ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത കേക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് അധികം ഗനാഷ് ഉണ്ടാക്കി വെക്കുകയാണെന്ന്. അപ്പോൾ ആ ഗനാഷാണ് ഇത്. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് റൂം ടെമ്പറേച്ചറിൽ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. ഡബിൾ ബോയിൽ ചെയ്ത് ലൂസാക്കിയിട്ടില്ല. കുറേ നേരം കഴിഞ്ഞ് സ്വയം അതിൻ്റെ തണുപ്പ് വിട്ടപ്പോൾ ഈ ഒരു പരുവത്തിലാണുള്ളത്. അത് ജസ്റ്റ് സ്പാച്ചുല വെച്ചിങ്ങനെ ഇതാക്കി എന്നല്ലാതെ ഡബിൾ ബോയിൽ ചെയ്ത് ലൂസാക്കി എടുത്തിട്ടില്ല കേട്ടോ. കാരണം ക്രീമിലേക്ക് ഇട്ടൊന്ന് ബീറ്റ് ചെയ്യാനാണല്ലോ. ഇങ്ങനെ കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പാച്ചുല വെച്ച് ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടണമെന്നില്ല. ആ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് കറക്റ്റ് കിട്ടുള്ളൂ. ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ആ ഒരു ഇത് സ്പ്രെഡായി കണ്ടുകഴിഞ്ഞാൽ ബീറ്റിംഗ് നിർത്താം. കാരണം ഓൾറെഡി ബീറ്റിംഗ് കഴിഞ്ഞ ക്രീമിലേക്കാണ് ഗനാഷ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ വെച്ച് ബേക്ക് ചെയ്ത കേക്ക് ഉണ്ടല്ലോ, ആ 1 kg ബാറ്ററിനെ ഡിവൈഡ് ചെയ്ത് 2 ടിന്നിലാക്കി ബേക്ക് ചെയ്തെടുത്തു. കാരണം നമുക്ക് ലെയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ 4 ലെയർ കിട്ടിയല്ലോ. അപ്പോൾ ഇനി 6 ഇഞ്ചിൻ്റെ കേക്ക് ആണെങ്കിൽ പോലും എൻ്റെ കേക്ക് ബോർഡ് ഇത്തിരി വലുതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എനിക്ക് ബേസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, സ്റ്റോക്കൊക്കെ തീർന്നതുകൊണ്ട്. ഇനി നമ്മൾ ആ ഒരു ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സിറപ്പ് നേരത്തെ യൂസ് ചെയ്ത സെയിം സിറപ്പാണ് കേട്ടോ. ഇനി നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്ത് ഞാൻ നട്ട്സോ കാര്യങ്ങളോ ചേർക്കാറില്ല കേട്ടോ. എന്നുവെച്ചാൽ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് പോലും എടുക്കാറില്ല. കാരണം ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുന്ന സമയത്ത് അതൊരു മൗത്ത് മെൽറ്റിംഗ് ഫീലിൽ കിട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിത് പ്രൊഫഷണലായിട്ട് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ പഠിച്ചവരാരെയും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് പറഞ്ഞു തരണം കേട്ടോ പ്ലീസ്. ഫീസില്ലാതെ പഠിക്കാനുള്ള അടവാണല്ലേ. സാരമില്ല, അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, പറഞ്ഞു തന്നാട്ടെ. ഇനി നമ്മളിതൊന്ന് മൊത്തത്തിൽ ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഹൈറ്റ് കേക്കൊക്കെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഐസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ ചാനലിൽ വീഡിയോ ഉണ്ട്. അതുപോലെ നല്ല ഹൈറ്റിൽ ചെയ്യുമല്ലോ, നല്ല ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയും ഡബിൾ സൈസിലൊക്കെ വരുന്ന ഹൈറ്റ് കേക്ക് ചെയ്യുമ്പം ചില സമയത്ത് ആ സിലിണ്ട്രിക്കൽ ഷേപ്പ് അങ്ങോട്ട് പോകും. അപ്പോൾ അതിനെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തിട്ട് സിലിണ്ട്രിക്കൽ ഷേപ്പിലേക്ക് എടുക്കുക, ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ്, ഇതൊക്കെ ചാനലിലുണ്ടപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ ഉള്ളിൽ ഗനാഷ് ചേർക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തിരുന്നു. അതിനുശേഷം റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നപ്പോഴാണ് ഈ കേക്കിന് ഈ ഒരു കട്ടി പിന്നെയും വന്നത്. അതായത് ഡബിൾ ബോയിൽ നമ്മൾ ക്രീമിൽ ആഡ് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തൊന്ന് ലൂസാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ ഫില്ലിങ്സിൽ കൊടുത്ത് റൂമിൽ അങ്ങനെ വെച്ചതാണ്. ഈ ഐസിങ് കഴിഞ്ഞ സമയത്ത്
വീണ്ടും എടുത്ത് വരുമ്പോഴത്തേക്കും ആ ഗനാഷ് റൂം ടെമ്പറേച്ചറിലിരുന്ന് വീണ്ടും ഇതുപോലെ തിക്നെസ്സിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ആ തിക്നെസ്സോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു നിമിഷം ആകുമ്പോഴത്തേക്കും കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു ആ കുഞ്ഞിന് ഇത്രയും നേരം സ്പൈഡർമാനായിരുന്നു ഇഷ്ടം, ഇപ്പം അവന് ബട്ടർഫ്ലൈസിനെയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ ഞാനാകെ ഇനി ഏത് ബട്ടർഫ്ലൈസ് എങ്ങനെ വെക്കണം എന്നൊക്കെയുള്ള ഒരു തൽക്കാല നിമിഷം നമ്മൾ ഒരു ഐഡിയ മാറുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് സ്പൈഡർമാൻ കേക്ക് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഐഡിയയും ഒരു തീമൊക്കെ വരുമല്ലോ, അതെല്ലാം മൊത്തത്തിൽ പെട്ടെന്ന് മാറി നമ്മൾ ബട്ടർഫ്ലൈസിനെ വെച്ച് കൊടുക്കുകയാണ്. കാരണം അതെങ്ങനെ ഏത് എന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു ടൈം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു കളറിനോട് മാച്ച് ആയിട്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈസിന് കിട്ടിയപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ വെക്കാം. അപ്പോൾ എനിക്ക് എന്തോ ഒരു തൃപ്തിക്കുറവ്, ഒരു സുഖം കിട്ടുന്നില്ല, കാരണം തീം പെട്ടെന്ന് മാറിയില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. ആ കുഞ്ഞിന് സ്പൈഡർമാനെ ഇഷ്ടമാണെന്ന് നമുക്കറിയാലോ, അപ്പോൾ അതിനോട് സാമ്യം വരുന്ന കുറച്ച് ബോൾസും കൂടി ഇട്ട് കൊടുത്തു. അതും ബട്ടർഫ്ലൈസും എന്നുവെച്ചാൽ സ്പൈഡർമാനെ ചെയ്തിട്ട് ബട്ടർഫ്ലൈ വെച്ച് കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച ആ മോന് ഇഷ്ടപ്പെട്ട കളറും ആ ഒരു റെഡ് കളറും ബട്ടർഫ്ലൈസും അതൊരുമിച്ച് വരുമ്പം അവൻ ഹാപ്പി ആകുമല്ലോ, ബാക്കിയൊക്കെ പോട്ടെ. അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. ഇതെനിക്ക് എന്താ പറയുക, കണ്ടിട്ടൊന്നും തോന്നിയില്ല, നല്ലതാണെന്നും തോന്നിയില്ല, മോശമായി എന്നും തോന്നിയില്ല. പ്രത്യേകിച്ചൊരു ഫീലില്ലാത്തൊരു ഡിസൈനായിരുന്നു ഇത്. അതിനുശേഷം മോൻ്റെ 6ാമത്തെ പിറന്നാളാണല്ലോ, അപ്പോൾ ആ 6th എന്നുള്ളതും ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെച്ചു. മോൻ്റെ പേര് യാഷ് എന്നുള്ളതും വെച്ച് ഒരു ടോപ്പർ, കുഞ്ഞി ടോപ്പറാണ് കേട്ടോ വെച്ചത്. ഇത്രയും മാത്രമാണ് അതിൻ്റെ വർക്ക്. അപ്പോൾ ബാക്കി കമൻസിൽ വരട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ. ടാറ്റാ.